അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ക്ലാസ് 8 താരീഖുൽ ഇസ്ലാം ആദ്യത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അൽ വഹദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം ഖിലാഫത്തും ബൈഅത്തും. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. കൂട്ടുകാർ തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം, ചരിത്രത്തിന് നേരെയുള്ള വൃത്തത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിന് മാത്രമാണ് ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതപ്രബോധന കാലം. ഓപ്ഷൻസ് നോക്കൂ: 13 വർഷം, 23 വർഷം, 63 വർഷം. ചരിത്രമേതാണ്? അതെ, 23 വർഷം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഹിജ്റ വർഷം. ഓപ്ഷൻസ് നോക്കൂ: 10, 12, 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11-ലാണ് വഫാത്തായത്. അപ്പോൾ ചരിത്രമേതാണ്? 11. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കും മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഖലീഫ. ഓപ്ഷൻസ് നോക്കൂ: ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ചരിത്രമേതാണ്? അതെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 1, ഖിലാഫത്തിന്റെ സ്വർണ്ണക്കാലം ഏകദേശം ഡാഷ് വർഷമായിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് 30. ഖിലാഫത്തിന്റെ സ്വർണ്ണക്കാലം ഏകദേശം 30 വർഷമായിരുന്നു. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് ഡാഷ് മാസം 12-നാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് റബീഉൽ അവ്വൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് റബീഉൽ അവ്വൽ മാസം 12-നാണ്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ് ഡാഷ് വിഭാഗത്തിന്റെ വാദം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഷിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ് ഷിയ വിഭാഗത്തിന്റെ വാദം. എന്നാൽ 4-ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഡാഷിലെ ഗവർണറായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഷാമിലെ. 4-ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഷാമിലെ ഗവർണറായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. 5, ഷിയ വിഭാഗം ഡാഷിനെ പാപികളാക്കി. അവിടെ പൂരിപ്പിക്കേണ്ടത് സ്വഹാബത്തിനെ. ഷിയ വിഭാഗം സ്വഹാബത്തിനെ പാപികളാക്കി. അടുത്ത പ്രവർത്തനം ഉത്തരം കണ്ടെത്താം. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 സംവത്സരക്കാലത്തെ മതപ്രബോധനത്തിലൂടെ എന്തെല്ലാം സാധിച്ചു? ഉത്തരം: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 സംവത്സരക്കാലത്തെ മതപ്രബോധനത്തിലൂടെ ഇസ്ലാം മതത്തെ സമ്പൂർണ്ണമായി അവതരിപ്പിച്ചു. ഏറ്റവും മഹത്തായ ഒരു മാതൃകാ സമുദായത്തെ വാർത്തെടുക്കുകയും ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകാ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തു. 2, സ്വഹാബിമാർ ഖലീഫയെ തെരഞ്ഞെടുക്കാൻ കാരണമെന്ത്? ഉത്തരം: മതബൗദ്ധിക കാര്യങ്ങളിൽ സമുദായത്തിന് നേതൃത്വം നൽകാൻ ഒരു പ്രതിനിധി വേണമെന്ന് സ്വഹാബിമാർ മനസ്സിലാക്കിയതുകൊണ്ട്. 3, സ്വഹാബിമാർ 1-ാം ഖലീഫയെ തെരഞ്ഞെടുത്തത് എങ്ങനെ? ഉത്തരം: തിരുമേനിയെ ഖബറടക്കും മുമ്പ് തന്നെ പ്രമുഖ സ്വഹാബിമാർ ഒത്തുചേർന്ന് കൂടിയാലോചന നടത്തി. സുദീർഘമായ ചർച്ചയ്ക്ക് ശേഷം അവർ ഏകകണ്ഠമായി 1-ാം ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തു. കൈപ്പിടിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. 4, നബിമാർക്ക് ശേഷം മനുഷ്യരിൽ ശ്രേഷ്ഠരായ 4 ആരൊക്കെ? ഉത്തരം: അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവർ. 5, 4 ഖലീഫമാരുടെയും ഭരണം ഏത് രീതിയിലായിരുന്നു? ഉത്തരം: പ്രവാചക ചര്യയിൽ നിന്ന് അളവ് പോലും വ്യതിചലിക്കാത്ത നീതിനിഷ്ഠമായ ഭരണമായിരുന്നു. 6, ഷിയ വിഭാഗം കെട്ടിച്ചമച്ച വ്യാജ ഹദീസ് എന്തായിരുന്നു? ഉത്തരം: തനിക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു ഖലീഫയാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്തതായ വ്യാജ ഹദീസായിരുന്നു അവർ കെട്ടിച്ചമച്ചത്. 7, ഖവാരിജ് വിഭാഗത്തിന്റെ വാദം എന്തായിരുന്നു? ഉത്തരം: 4-ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവും
ഷാമിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സിഫിൻ യുദ്ധമുണ്ടായപ്പോൾ അനുരഞ്ജനത്തിനായി ഇരുവരും മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇത് ശരിയല്ലെന്നായിരുന്നു ഖവാരിജ് വിഭാഗത്തിന്റെ വാദം. 8. ഷിയ ഖവാരിജ് വിഭാഗങ്ങളുടെ വാദം പരമാബദ്ധമാണെന്ന് സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. കാരണമെന്ത്? ഉത്തരം: സത്യവും നീതിയും ലോകത്ത് പ്രചരിപ്പിക്കുവാനും നടപ്പിലാക്കുവാനും അള്ളാഹു തിരഞ്ഞെടുത്ത മഹാന്മാരാണ് സ്വഹാബിമാർ. അതുകൊണ്ട് അവർ മുഴുവനും വഴിപിഴച്ചുവെന്ന് ഷിയ ഖവാരിജ് വിഭാഗത്തിന്റെ വാദം പരമാബദ്ധമാണെന്ന കാര്യം സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അടുത്ത പ്രവർത്തനം: ഉപന്യാസം തയ്യാറാക്കുക. 1. ഒന്നാം ഖലീഫ തെരഞ്ഞെടുപ്പ്. മതഭൗതിക കാര്യങ്ങളിൽ സമുദായത്തിന് നേതൃത്വം നൽകാൻ ഒരു പ്രതിനിധി വേണമെന്ന് സ്വഹാബിമാർ മനസ്സിലാക്കി. തിരുമേനിയെ ഖബറടക്കും മുമ്പ് തന്നെ പ്രമുഖ സ്വഹാബിമാർ ഒത്തുചേർന്ന് കൂടിയാലോചന നടത്തി. സുദീർഘമായ ചർച്ചയ്ക്ക് ശേഷം അവർ ഏകകണ്ഠമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർകളെ ഖലീഫയായി തെരഞ്ഞെടുത്തു. കൈപ്പിടിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇപ്രകാരം തെരഞ്ഞെടുക്കുന്നതിന് ബൈഅത്തെന്നും തെരഞ്ഞെടുത്ത പ്രതിനിധിക്ക് ഖലീഫ എന്നും അദ്ദേഹത്തിന്റെ പ്രതിനിധി നേതൃത്വത്തിന് ഖിലാഫത്ത് എന്നും പറയുന്നു. രണ്ടാമത്തത് ഖുലഫാ ഉർ റാഷിദൂൻ. ഖിലാഫത്തിന്റെ സുവർണകാലം ഏകദേശം 30 വർഷമായിരുന്നു. പ്രവാചക ചര്യയിൽ നിന്ന് അളവ് പോലും വ്യതിചലിക്കാത്ത നീതിനിഷ്ഠമായ ഭരണമായിരുന്നു ഈ കാലയളവിലെ ഭരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നീ 4 ഈ കാലയളവിലെ ഖലീഫമാർ. ഇവർ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നബിമാർക്ക് ശേഷം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ ഇവർ 4 കാര്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഏകോപിച്ചിട്ടുണ്ട്. 3. ഷിയ വിഭാഗക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സന്താനങ്ങളുമാകുന്നു എന്നാണ് ഷിയ വിഭാഗത്തിന്റെ വാദം. തനിക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു ഖലീഫയാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്തതായി ഒരു വ്യാജ ഹദീസ് അവർ കെട്ടിച്ചമച്ചു. അലി റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നതിനു മുമ്പ് ഭരണം നടത്തിയ 3 ഖലീഫമാരും അവരെ തിരഞ്ഞെടുത്തവരും അവരെ അംഗീകരിച്ചവരും കുറ്റക്കാരും അക്രമികളുമാകുന്നു എന്നവർ ആരോപിച്ചു. 4. ഖവാരിജ് വിഭാഗക്കാർ. 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവും ഷാമിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സിഫിൻ യുദ്ധമുണ്ടായപ്പോൾ അനുരഞ്ജനത്തിനായി ഇരുവരും മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇത് ശരിയല്ലെന്നായിരുന്നു ഖവാരിജ് വിഭാഗത്തിന്റെ വാദം. അള്ളാഹു അല്ലാത്തവരെ വിധികർത്താക്കളാക്കൽ മഹാപാപമാണെന്നും മഹാപാപം ചെയ്തവർ കാഫിറാണെന്നും അവർ വാദിച്ചു. ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു എന്നിവരും അവരെ അംഗീകരിച്ചവരും കാഫിറുകളാണെന്ന് അവർ പറയേണ്ടി വന്നു. ഈ പാഠത്തിന്റെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.